ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫോൺ നമ്പറും അതിനോടൊപ്പം തന്നെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ഈ ഇമെയിൽ ഐ ഡി ഹാക്കായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എനിക്കൊരു അഹങ്കാരം അല്ല, എൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു എൻ്റെ ഇമെയിൽ ഐ ഡിയും ചാനലും ഒരിക്കലും ആരും ഹാക്ക് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇമെയിൽ ഐ ഡിയും അതിനോടൊപ്പം നമ്മുടെ ചാനലും ഹാക്കായിപ്പോയി. ഒരു ദിവസം അത് കംപ്ലീറ്റായിട്ട് ഉപയോഗിച്ചിരുന്നത് അമേരിക്കക്കാരായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അതെനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ഹാക്ക് ആവുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഹാക്ക് ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എനിക്കിതെങ്ങനെ സംഭവിച്ചു, ഈ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഹാക്കായി കഴിഞ്ഞ് കാണേണ്ടതല്ല. നിങ്ങളുടെ ചാനലോ ഇമെയിൽ ഐ ഡിയോ ഹൈജാക്ക് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുകയും അതിനകത്താണ് ചാനൽ തുടങ്ങിയിരുന്നത്. ഈ ഇമെയിൽ ഐ ഡി ഞാൻ ഹിഡൻ ആക്കിയാണ് വെച്ചിരുന്നത്. ഒരു സ്ഥലത്തും പബ്ലിക് ആക്കാതെ എൻ്റെ മൊബൈലിലും എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിലും മാത്രം സൈൻ ഇൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന ഇമെയിലുകളെല്ലാം നമുക്ക് ചാനലിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമായിരിക്കും. അതുകൊണ്ട് മറ്റൊരാൾക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതിനോടൊപ്പം തന്നെ ജിമെയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇതുകൂടി എനേബിളാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ചാനലും ഇമെയിൽ ഐ ഡി ഹൈജാക്ക് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ ബാങ്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് പെട്ടെന്ന് ഹാക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇതൊരു യൂട്യൂബറായിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാളിനാണെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് പിന്നെ കയറാനേ പറ്റത്തുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി എങ്ങനെയാണ് ഹാക്കായി പോയത്? എൻ്റെ യൂട്യൂബിൻ്റെ ഇമെയിലിലേക്ക് എനിക്കൊരു ഇമെയിൽ വരികയുണ്ടായി. അത് സാധാരണയായി യൂട്യൂബ് ചില സർവേകൾ നടത്താറുണ്ട്. അപ്പോൾ അത് യൂട്യൂബ് ഡയറക്റ്റാണ് നടത്തുന്നത്. ആ ഒരു സർവേയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അതേപോലുള്ളൊരു ലിങ്ക് എനിക്ക് ഇമെയിലായിട്ട് വരികയുണ്ടായി. കണ്ടാൽ ഡിറ്റോ യൂട്യൂബിൻ്റെ മെയിലാണെന്നേ തോന്നുകയുള്ളൂ. അങ്ങനെ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ കയറുകയും അതിലുള്ള സർവേ പങ്കെടുക്കുകയും സർവേ പങ്കെടുത്ത് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ഫേക്കാണ്, എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. അവിടെ വെച്ച് ഞാൻ സർവേ ക്ലോസ് ചെയ്തു. പക്ഷേ തൊട്ടടുത്ത ദിവസം ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ആക്സസ് ലഭിക്കാതെ വരികയും എൻ്റെ ചാനൽ എനിക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റാതെ വരികയും എല്ലാ തരത്തിലുള്ള ആ ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ടുള്ള എല്ലാ ആക്ടിവിറ്റികളും എനിക്ക് നടത്താൻ പറ്റാതെ വരികയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഹൈജാക്കായിപ്പോയി, ഇമെയിൽ ഐ ഡി പോയി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോഴും പെട്ടെന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മൊബൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ആ ഇമെയിൽ ഐ ഡിയിലൂടെ എൻ്റെ ആഡ്സൻസിലേക്ക് അവർ കടന്നു കഴിഞ്ഞു, അതുപോലെ ചാനലിലേക്ക് കടന്നു കഴിഞ്ഞു. ചാനലിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളിലും മാറ്റി അമേരിക്കയിലുള്ള മറ്റൊരു ചാനലാക്കി മാറ്റി അവരതിനകത്ത് കൂടെ മണി ലെൻഡിങ് ആയിട്ടുള്ള വീഡിയോകൾ റൺ ചെയ്യുകയായിരുന്നു. ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ നടക്കുന്ന പരിപാടിയാണ് അവർ അതിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ചാനലില്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആയിരിക്കും. അത് ഹാക്കായി പോയി കഴിഞ്ഞാലും അതിലൂടെ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ പിന്നൊരു സമയത്ത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഹാക്കായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്? നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി മാത്രമായിട്ടാണ് ഹാക്കായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഇമെയിൽ റിക്കവറി ഓപ്ഷൻ ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചാനലാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരുടെയും ചാനൽ ഇത് കണക്ക് ഹാക്കായി പോയിട്ട് ദിവസങ്ങളോളം അവർക്ക് ചാനലിൽ വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ചാനൽ ഹാക്കായതിന് ശേഷം എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അത് തിരികെ എടുക്കാൻ പറ്റി. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ഹാക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെയുള്ള ഒരു ആക്സസും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് സെക്കൻഡ് ഇമെയിൽ ഐ ഡി, എനിക്ക് വേറൊരു സെക്കൻഡറി ഇമെയിൽ ഐ ഡി ഉണ്ട്, അതുവഴി ഞാൻ കയറിയിട്ട് അതിലൂടെ യൂട്യൂബിലേക്ക് പോയിട്ട് യൂട്യൂബിൽ നിന്നും യൂട്യൂബ് ക്രിയേറ്റർ സപ്പോർട്ട് ടീമിനോട് ഞാൻ ചാറ്റ് ചെയ്യുകയുണ്ടായി. അവർ എൻ്റെ ചാനൽ ഹൈജാക്കായി പോയി, ഇമെയിൽ ഐ ഡി ഹൈജാക്കായി പോയി എന്ന് മനസ്സിലാക്കി അവരെനിക്ക് അപ്പോഴേ തന്നെ റിപ്ലൈ തന്നു. ഉടനെ തന്നെ ആ ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യുന്നതാണെന്ന്. അങ്ങനെ ആ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുവരെയുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ആ ചാനലിലൂടെ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു ചാനലും എൻ്റെ ഐ ഡിയും ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത്. പിന്നെ അവരുടെ റിപ്ലൈ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ഇത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. ഞാനത് പഠിച്ച പണി 18 നോക്കി റിക്കവർ ചെയ്തെടുക്കാം. അതിൻ്റെ പുറകെ തന്നെ മണിക്കൂറുകളോളം ഞാൻ ചിലവഴിച്ചു. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് പോലും നമുക്കത് തിരിച്ചെനിക്ക് ആക്സസ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ യൂട്യൂബ് സപ്പോർട്ട് ടീം തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡറോ എടുത്ത് അയച്ചു കൊടുക്കാൻ. അങ്ങനെ ഇത് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടാണ് കയറാൻ. അങ്ങനെ അവർ വീണ്ടും എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ ചാനൽ യൂസ് ചെയ്തിരുന്ന IP അഡ്രസ്സും IP ലൊക്കേഷനും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു. അവിടെ ഒരു
ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന IP അഡ്രസ്സും ലൊക്കേഷനും മിക്കവാറുള്ള 90% വീഡിയോയ്ക്കും സെയിം തന്നെയായിരുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ആ ലിങ്ക് വഴി കയറി നമ്മൾ ഉടനെ തന്നെ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്ത് ആക്സസ് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ ചാനലിലേക്ക് പോകുമ്പോൾ ഭാഗ്യത്തിന് ഹാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസിനൊന്നും ഒരു കേടുപാടുകളും വരുത്തിയിട്ടില്ല. ഞാൻ ചാനലിൽ തിരിച്ച് റിക്കവർ ചെയ്തെടുത്തു. നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ ID നമ്മൾ ഓർത്ത് വെച്ചേക്കണം, നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കണം. ഹാക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ ചാനൽ ID ആണ്. ചാനൽ ID എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ URL ഉണ്ടല്ലോ, നമ്മുടെ കസ്റ്റം URL അല്ല, നമ്മുടെ ചാനൽ URL, അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണം. ആഡ്സൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ്സൻസ് ID കൂടി നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കണം. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് സപ്പോർട്ടർ ടീമിനോട് നമുക്ക് സെക്കൻഡ് IDയിൽ നിന്ന് ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തിരിച്ചെടുത്ത്. ഇനി ഹാക്കായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, നമ്മുടെ എല്ലാവരുടെയും എൻ്റെയും ഉറപ്പായ വിശ്വാസം ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നതുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പെർമിഷൻ കൂടാതെ മറ്റൊരാളുടെ ഡിവൈസിലേക്ക് ഇത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംബന്ധിച്ച് എനിക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ഈ ലിങ്ക് മുഖേന അവർ ആക്സസ് ചെയ്തപ്പോൾ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനുള്ള ഇമെയിലും മൊബൈൽ നമ്പരും ഒക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല. ഗൂഗിൾ തരുന്ന 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി സെക്യൂരിറ്റി മാത്രമാണ്. നമ്മൾ അതിന് മുകളിൽ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രോങ് പാസ്വേഡ് കൊടുത്തിരിക്കുക, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈനിങ് കീ ഉണ്ടാവും. ഗൂഗിൾ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് പെൻഡ്രൈവിലേക്കൊരു സെക്യൂരിറ്റി കീ രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലേക്ക് നമ്മുടെ IDകൾ സിങ്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് കോഡ് വരും, ഓതൻറ്റിക്കേഷൻ കോഡ് വരും. ഈ കോഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നാൽ ഒരിന്നും കൂടി പ്രൊട്ടക്റ്റഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമുക്ക് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു മെയിലുകളിലും ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അത് നമുക്ക് ഇമെയിലായിട്ട് വരാം, കമൻറ്റിലൂടെ വരുന്ന ലിങ്കുകളാവാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെങ്കിലും ക്ലിക്ക് ചെയ്ത് പോകും. ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. അതിനുശേഷമായിരിക്കും ഈ ഹാക്കിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹാക്കായി കഴിഞ്ഞുടനെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ ഫോളോവേഴ്സിനോട് എല്ലാവരോടും പറയുകയുണ്ടായി, എൻ്റെ ചാനൽ ഇത് കണക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിരവധി ഫോളോവേഴ്സും സപ്പോർട്ടേഴ്സുമാണ് വന്നത്. അവർ വന്ന് ആ ചാനലിലേക്ക് പോയി അതിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയ്ക്ക് താഴെ റിപ്പോർട്ട് ചെയ്യുകയും അതൊക്കെ യൂട്യൂബ് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ബ്ലോക്ക് ചെയ്യുന്നതിന്, ആ ഒരു ID ബ്ലോക്ക് ചെയ്യുന്നതിലേക്കും വഴിയൊരുക്കി. അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി നല്ല സഹായം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വിഷമഘട്ടത്തിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ ഈ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചാനൽ തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ID റിക്കവർ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഇതിന് താഴെ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ഒരിക്കലും ഇത് നിങ്ങളുടെ ചാനൽ ഹാക്കായി പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല, പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ചാനലോ IDയോ ഹാക്കായി പോകത്തില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.